നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തദ്ദേശ ദിനാഘോഷം ഫെബ്രുവരി 18-19 തീയതികളിൽ ഗുരുവായൂരിൽ നടത്തുമെന്ന് മന്ത്രി MB രാജേഷ്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന് ഈ വർഷം മുതൽ പുതിയ കോലം എഴുന്നള്ളിക്കും. കാർഷിക സർവകലാശാലയുടെ ഭൂമി തട്ടിയെടുക്കുവാൻ വെറ്ററിനറി കോളേജ് നടത്തുന്ന ശുദ്ധനീക്കത്തിനെതിരെ ഫാം സംരക്ഷണ സമിതി പ്രതിഷേധ ധർണ നടത്തി. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് നടന്ന മണലിത്തറ ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് വർണ്ണാഭമായി. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ ദിനാഘോഷം ഫെബ്രുവരി 18-19 തീയതികളിൽ ഗുരുവായൂരിൽ നടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പൂർത്തീകരണം, മാലിന്യമുക്ത നവീകരണം ലക്ഷ്യം കൈവരിക്കൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും K-സ്മാർട്ടിലേക്ക് മാറ്റൽ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാന പ്രഖ്യാപനം തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളും വിലയിരുത്തലുകളും ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും ദിനാഘോഷത്തിൽ പങ്കെടുക്കും. വിവിധ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ, ലൈഫ് പുരസ്കാരം തുടങ്ങിയവയും ആദ്യമായി ഏർപ്പെടുത്തിയ സ്വരാജ് മാധ്യമ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യും. 18-ന് നടക്കുന്ന അക്കാദമിക് സെക്ഷനുകളുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് നിർവഹിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ കളക്ടറേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ, ലൈഫ് പുരസ്കാരം, സ്വരാജ് മാധ്യമ പുരസ്കാരം തുടങ്ങിയവ പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം കൊല്ലം, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തുകൾ 1-2 സ്ഥാനം നേടി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മലപ്പുറം ജില്ലയിലെ പെരുമ്പടവ്, തൃശൂർ ജില്ലയിലെ കൊടകര, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്നിവയും തെരഞ്ഞെടുത്തു. മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ, തിരുവനന്തപുരം ജില്ലയിലെ പുഴമലക്കൽ, തൃശൂർ ജില്ലയിലെ മറ്റത്തൂരും, മികച്ച മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ, തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, കണ്ണൂർ ജില്ലയിലെ ആന്തൂർ എന്നിവയും യഥാക്രമം 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കി. തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം വടക്കാഞ്ചേരി നേടി. ഈ വർഷം ആദ്യമായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട മികച്ച വാർത്തകൾ ചെയ്തതിന് ദൃശ്യമാധ്യമത്തിനുള്ള അവാർഡ് 24 ന്യൂസിലെ സുർജിത് അയ്യപ്പന് ലഭിച്ചു. ഏഷ്യാനെറ്റിലെ അഖില കൃഷ്ണകുമാർ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹയായി. തൃശൂർ കളക്ടറേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി MB രാജേഷിനൊപ്പം സൂരജ് ഷാജി IAS, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS തുടങ്ങിയവരും പങ്കെടുത്തു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകൾ പലതും ഇന്ന് പൂർത്തിയാവുന്നതിൻ്റെ തൊട്ടടുത്താണ് എത്തി നിൽക്കുന്നത്. തദ്ദേശ ദിനാഘോഷം ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും ശക്തനായ വക്താവായിരുന്ന ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമായ ഫെബ്രുവരി 19 തദ്ദേശ ദിനമായി, നേരത്തെ പഞ്ചായത്ത് ദിനമായി, ഇപ്പോൾ ഏകീകൃത തദ്ദേശ വകുപ്പ് വന്ന ശേഷം തദ്ദേശ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത കാര്യം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചരിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. 2021 ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി ആദ്യം സർവേ നടത്തി 64,006 കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളായി കണ്ടെത്തി. ഈ 64,006 കുടുംബങ്ങളും അതിദരിദ്രരാവാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി.
ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന് ഈ വർഷം മുതൽ പുതിയ കോലം എഴുന്നള്ളിക്കും. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം 110 വർഷം പഴക്കമുള്ള കോലം മാറ്റി പുതിയ കോലം വടക്കാഞ്ചേരി ആലത്തൂർ മഠം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ദേശത്തിന് കൈമാറി. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ കോലം നൂറ്റാണ്ടുകളായി ആലത്തൂർ മഠത്തിലാണ് സൂക്ഷിക്കാറുള്ളത്. ആലത്തൂർ മഠം ഇപ്പോഴത്തെ കാരണവർ എസ് വെങ്കിടേശ്വരനും കുടുംബാംഗങ്ങളും ചേർന്നാണ് പുതിയ കോലം പണികഴിപ്പിച്ചത്. കോലത്തിന്റെ അവകാശം ആ കുടുംബത്തിൽ നിക്ഷിപ്തമാണ്. ഈ വർഷം പുതിയ സ്വർണ്ണക്കോലവും പുതിയ എഴുന്നള്ളിപ്പ് കുടയുമാണ് വടക്കാഞ്ചേരി ദേശത്തിന്. 6 അടി ഉയരത്തിൽ എന്നാൽ കനം കൂടാത്ത രീതിയിൽ ഇളക്കത്താലിയും ചുറ്റും ജലധാരയിൽ ആനയും മുകൾ ഭാഗത്ത് ഗജലക്ഷ്മിയും ചേർന്നതാണ് പുതിയ കോലം. തൃശൂർ ഒളരി സന്തോഷ് ജോർജ് എന്ന കലാകാരനാണ് കോലം പണിതീർത്തത്. വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, ആലത്തൂർ മഠം പ്രതിനിധി S നരസിംഹൻ, ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, ജനറൽ കൺവീനർ PK രാജേഷ് തുടങ്ങിയവർ ചേർന്ന് പുതിയ കോലം വടക്കാഞ്ചേരി ദേശത്തിനു വേണ്ടി ഏറ്റുവാങ്ങി. ദേശത്തിന് ഈ വർഷം മുതൽ പുതിയ കോലമാണ് എഴുന്നള്ളിക്കുന്നത്. 110 വർഷം പഴക്കമുള്ള കോലം മാറ്റി ആലത്തൂർ മഠത്തിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ മഠത്തിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഉത്രാളിക്കാവ് ഭഗവതിക്കുള്ള സമർപ്പണമായിട്ടാണ് ഈ കോലം സമർപ്പിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന കോലവും ഇവരുടെ കാരണവന്മാർ അതിനു മുമ്പത്തെ തലമുറ വടക്കാഞ്ചേരിക്ക് വേണ്ടി ഉത്രാളിക്കാവിൽ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അത് പൂരം കഴിഞ്ഞാൽ ഇവിടെ ഈ ആലത്തൂർ മഠത്തിലാണ് ഈ കോലം എടുത്തു വെക്കുന്നതും ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ കൊച്ചി രാജാവിൻ്റെ ആ ഒരു കാലഘട്ടം മുതൽ ആലത്തൂർ മഠത്തിലാണ് ഇത് സൂക്ഷിക്കുന്നത്. മുമ്പ് 5 അടി ഉയരമുണ്ടായിരുന്ന കോലം മാറ്റിയിട്ടാണ് അത് ഇപ്പോൾ 6 അടിയുടെ മുകളിൽ ഉയരമുള്ള വലിപ്പമുള്ള പുതിയ രീതിയിൽ മുഴുവൻ ഇളക്കത്താലികളുമായിട്ട് കോലം ഇവിടെ ഇന്ന് വടക്കാഞ്ചേരി ദേശം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലം മുഴുവൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആന ഗജലക്ഷ്മി എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ കോലം സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നെടുവിലത്തെ പോർഷൻ മഹാലക്ഷ്മിയുടെ പോർഷൻ പഴയ കോലത്തിൽ നിന്ന് അത് വെച്ചിട്ടുള്ളതാണ്. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് നടന്ന മണലിത്തറ ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് വർണ്ണാഭമായി. പ്രതികൂല നിയമവ്യവസ്ഥയിൽ 8 വർഷത്തോളമായി നിശബ്ദമായിരുന്ന മണലിത്തറ പാടശേഖരത്ത് നടന്ന കരിമരുന്ന് വിസ്മയ കാഴ്ചകൾ കണ്ടാസ്വദിക്കുവാൻ കാവും പരിസരവും ജനനിബിഡമായിരുന്നു. വെടിക്കെട്ടിന് ഉത്തരവ് ലഭിച്ചതോടെ നിയമാനുസൃതമായിട്ടാണ് വെടിക്കെട്ടിന്റെ ഇന്ദ്രജാലം തീർത്തത്. കരിമരുന്ന് പ്രയോഗം ദർശിക്കുവാൻ ജില്ലയ്ക്ക് പുറത്തുനിന്നും നിരവധി പൂരപ്രേമികളാണ് പാടശേഖരത്ത് ഒഴുകിയെത്തിയത്. മറ്റ് നയന സൗകുമാര്യം പകരുന്ന നേർക്കാഴ്ചകൾ ഉണ്ടെങ്കിലും കരിമരുന്നിന്റെ വർണ്ണപ്രപഞ്ചം അനിവാര്യമാണെന്ന് പൂരപ്രേമികൾ പറയുന്നു.
പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം ഉദ്ഘാടനം നടത്തി. കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സ്വയം പ്രതിരോധിക്കുവാൻ പെൺകുട്ടികളെ സന്നദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉഷാദേവി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. EP മാരാർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം UV വിനേഷ്, കരാട്ടെ പരിശീലക സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. പഴമുക്ക് LP സ്കൂൾ പ്രധാനാധ്യാപിക റീജ സ്വാഗതവും ഡോക്ടർ ഉജിത അനീഷ് നന്ദിയും പറഞ്ഞു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയുടെ ഭൂമി തട്ടിയെടുക്കുവാനുള്ള വെറ്ററിനറി കോളേജിന്റെ ഗൂഢനീക്കങ്ങൾക്കെതിരെ ഫാം സംരക്ഷണ സമിതി പ്രതിഷേധ ധർണ നടത്തി. വെള്ളാനിക്കര, മണ്ണുത്തി എന്നീ യൂണിറ്റുകളിലെ 300ഓളം തൊഴിലാളികളും ജീവനക്കാരും ധർണയിൽ പങ്കെടുത്തു. മണ്ണുത്തി ഫാം പടിയിൽ നിന്നും ആരംഭിച്ച ധർണ വെറ്ററിനറി കോളേജിന്റെ മുന്നിൽ കൂടി മണ്ണുത്തി മാർക്കറ്റ് വഴി ഫാം പടിയിൽ അവസാനിച്ചു. പ്രതിഷേധ ധർണയ്ക്ക് ഫാം സംരക്ഷണ സമിതി കൺവീനർ ഫിറോഷ് നേതൃത്വം നൽകി. സുരേഷ് ബാബു,
ഫാം വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മോഹൻ ചന്ദ്രൻ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഷിനോജ്, മാടിക്കത്തറ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ഹനീഷ്, ഫാം വർക്കേഴ്സ് യൂണിയൻ INTUC ഫിറോഷ്, ഫാം സംരക്ഷണ സമിതി കൺവീനർ തുടങ്ങിയവർ സംസാരിച്ചു. അവർക്ക് നിലവിൽ പുല്ല് വളർത്താൻ സ്ഥലങ്ങളിൽ ശരിക്കും മറച്ചിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥലം ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ നിലവിലിപ്പോൾ ഈ കോളേജ് വെള്ളമില്ലാത്ത കാരണം കൊണ്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. 14 വർഷമായിട്ട് വിഭജനം നടന്നിട്ടും ഇത്രയും ഈ ഒരു കാലയളവ് വരെ അവർക്ക് അതിനുവേണ്ടി ഒരു സോഴ്സ് കണ്ടെത്താൻ പറ്റാത്ത അധികാരികളാണ് ഇപ്പോൾ പുല്ല് വെക്കാനെന്ന വ്യാജേന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത്. കുട്ടികളെ കുളിക്കാനും വെള്ളം കണ്ടെത്താൻ പറ്റാത്ത ഈ അധികാരികൾ എങ്ങനെയാണ് നമ്മുടെ സ്ഥലം അടുപ്പിട്ട് കൊടുത്ത് പുല്ല് വളർത്താം? ഇത്രയും തൊഴിലുകൾക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു വിഷയത്തിലാണ് ഇത്രയും തൊഴിലാളികൾ 150 തൊഴിലാളികളും അതോടെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരു 10-100 പേര് വേറെയും കൂടിയ ഒരു സ്ഥാപനമാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ഡലത്തിൽ. അപ്പൊ ഇത്രയും തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇതിൽ ജനശ്രദ്ധ എന്തെങ്കിലും വേണമെന്നുള്ളതുകൊണ്ടാണ് സമാധാനപരമായിട്ട് ഇങ്ങനൊരു പ്രകടനം നടത്താൻ ഞങ്ങൾക്ക് കൂടുതൽ തോന്നിയത്. കാർഷിക സർവകലാശാലയും വെറ്ററിനറി സർവകലാശാലയും ഫിഷറീസ് സർവകലാശാലയും ഏർപ്പെട്ടു. 2011 ഈ വിഭജനം നടക്കുമ്പോൾ കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണത്തി ഫാമിന് കീഴിലുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ബന്ധപ്പെട്ട അധികാരികൾ മുമ്പാകെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. എന്നാൽ കാർഷിക സർവകലാശാലയുടെ ഭൂമി മണ്ണത്തിയിലെ വെറ്ററിനറി സർവകലാശാലയുടെ ഭാഗമായി നിലകൊള്ളുമ്പോൾ കാർഷിക സർവകലാശാല കേരള സംസ്ഥാനത്തിനകത്ത് കാർഷിക മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരള കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ കേരളത്തിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥാപനമാണ്. വീണ്ടും ആവശ്യപ്പെടുന്നതിന്റെ ഒരു ഔചിത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം എപ്പോഴും മറ്റുള്ളവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കിട്ടാൻ ആഗ്രഹമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ പക്ഷെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മനസ്സിലാക്കേണ്ടതെന്നുള്ളൂ, അവരുടെ കയ്യിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലം ഉപയോഗയോഗ്യമാക്കി കഴിഞ്ഞാൽ അവർ പറയുന്ന ആവശ്യപ്പെടുന്ന സ്ഥലത്തിനേക്കാൾ 3 ഇരട്ടി സ്ഥലം അവരുടെ കയ്യിലിരിക്കുമ്പോഴാണ് അവർ മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് കൈയിട്ട് വരാനുള്ള ശ്രമം നടത്തുന്നത്. അതൊട്ടും അവരെ സംബന്ധിച്ച് നല്ലൊരു സംവിധാനമല്ല എന്ന് പറയുകയാണ്. കാരണം ഇവിടെ നമുക്കറിയാം ഇവിടെ വെറ്ററിനറി സർവകലാശാല തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ആസ്ഥാനം മണ്ണത്തി ആക്കണമെന്ന് ഇവിടുത്തെ ചില അധ്യാപകരുടെയും എല്ലാവരുടെയും താല്പര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നോക്ക ജില്ല എന്ന് കരുതപ്പെടുന്ന വയനാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് കാർഷിക സർവകലാശാലയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്ന വെറ്ററിനറി സർവകലാശാല രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ ആസ്ഥാനം വയനാടാണെന്ന് സർക്കാർ തീരുമാനിച്ചത്. ആ ജില്ലയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം, ആ ജില്ലയുടെ വളർച്ച ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെ ആരോഗ്യ സർവകലാശാലയും അതുപോലെ തന്നെ വെള്ളത്തോളിനുള്ള കലാമണ്ഡല സർവകലാശാലയും കാർഷിക സർവകലാശാലയും 3 സർവകലാശാലയും ഒരു ജില്ലയിൽ നിലകൊള്ളുമ്പോൾ ഇനിയൊരു സർവകലാശാല കൂടി ഈ ജില്ലയിൽ വേണ്ട എന്നുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമാണ് സർവകലാശാല കോഴിക്കോട് കൊണ്ട് സ്ഥാപിക്കപ്പെട്ടത്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ വോയ്സും തൃശൂർ IMAയും സംയുക്തമായി നടത്തിയ 6ാമത് സൗജന്യ ചികിത്സാ ക്യാമ്പ് കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ ജോസ് വല്ലൂരാൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ഡോക്ടർ KM ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു. ത്വക്ക് രോഗങ്ങൾക്കായിരുന്നു ക്യാമ്പ്.
ഡോക്ടർമാരായ ടോണി അക്കര, വർഗീസ് ജെയിംസ്, രഘു, ബിജോൺ, ഷമാസ് തുടങ്ങിയവർ രോഗനിർണയത്തിന് നേതൃത്വം നൽകി. മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. തൃശൂർ ധർമ്മോദയം കമ്പനിയാണ് മരുന്നുകൾ സ്പോൺസർ ചെയ്തത്. നടത്തുകൈകാരൻ ലൂവി ജോസ് കണ്ണാത്ത്, ഡോക്ടർ വർഗീസ് ജെയിംസ്, ഡോക്ടർ ജോബി കാക്കശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. CR ആൻഡോ കൃതജ്ഞത രേഖപ്പെടുത്തി. ചടങ്ങുകൾക്ക് ബോബി ചിറക്കേക്കാരൻ, ജോസ് വാഴപ്പിള്ളി, ജോജു മഞ്ഞില, ജോസ് ചിറ്റാട്ടുകര, ജോഷി ചിറമൽ, ജോയ് മഞ്ഞില, പോൾ മേക്കാട്ടുകുളം, ശ്രീമതി അൽഫോൻസ സിംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ആളൂർ മേഖലാ സമ്മേളനം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നിർവഹിച്ചു. ഓൺലൈൻ സ്ഥാപനങ്ങളോടുള്ള സർക്കാരിന്റെ സമീപനത്തിൽ അടിയന്തരമായി മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും മാറ്റങ്ങൾക്ക് സർക്കാർ തയ്യാറാകാത്ത പക്ഷം സംഘടന കോടതിയെ സമീപിക്കേണ്ടി വരുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാജൻ പൈക്കാട്ട് പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രതാപ് ഇല്ലത്ത്, ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മണ്ടത്ര, ജില്ലാ ട്രഷറർ ശ്രീമതി സബിത OR, നേതാക്കളായ റോയ് അരിക്കാട്ട്, മിൻസി സുരേഷ്, രജനി ഉദയകുമാർ, ശുഭ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളായി സുനിൽ കല്ലീറ്റുംകര, സുരേഷ്, റോയ് അരിക്കാട്ട്, അശ്വതി ശ്രീനാഥ്, പൂജ സായിനാഥ് തുടങ്ങിയവരും ജില്ലാ പ്രതിനിധികളായി. രാജൻ പൈക്കാട്ട്, അരുൺ കൊമ്പിടി തുടങ്ങിയവരും തെരഞ്ഞെടുത്തു. തൃശൂർ ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മായനൂർ ഗവൺമെന്റ് ITIയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ബന്ധപ്പെട്ട ട്രേഡിൽ 3 വർഷത്തെ ഡിപ്ലോമയോ തത്തുല്യമായ കോഴ്സോ ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം ഫെബ്രുവരി 19 രാവിലെ 11 കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ ഗവൺമെന്റ് ITIയിൽ നടത്തുന്ന അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0495 23 71 451 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495 22 5992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ഇരവിമംഗലം മാളിയേക്കൽ മടത്തുംപടി കുടുംബത്തിന്റെ 23ാമത് കുടുംബസംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഇരവിമംഗലം സെന്റ് മേരീസ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച വാർഷിക പൊതുയോഗം ഫാദർ അരുൺ മടത്തുപ്പടി ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു വലിയ കൂട്ടായ്മയാണ് ഇത്തരം കുടുംബ സംഗമങ്ങൾ എന്ന് ഫാദർ അരുൺ മടത്തുംപടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കുടുംബയോഗം പ്രസിഡന്റ് MD ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്രദർ ഫ്രിൻസ് ചിറ്റിലപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിവിധ വിദ്യാഭ്യാസ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളെയും വിവിധ മേഖലയിൽ വ്യക്തിപരമായി മികവുകൾ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ML ഫ്രാൻസിസ്, ML ബേബി, ജിത്ത് ചാക്കോ, MG ആൻഡു, MJ ജോഷി, റാഫി,
ജെമ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ആചാരാനുഷ്ഠാനങ്ങളുടെ സംഗമഭൂമിയായ മച്ചാട് മാമാങ്കത്തിനുള്ള ദേശക്കുതിര നിർമ്മാണം അവസാനഘട്ടത്തിൽ. ദേശത്തെ ആബാലവൃതം ഭക്തജനങ്ങളും മുൻകൈയെടുത്ത് സഹകരിച്ചാണ് ഓരോ തട്ടകവും കുതിരകളെ നിർമ്മിക്കുന്നത്. മരത്തിന്റെ ഫ്രെയിമിൽ പച്ചമുള കീറി അലകുകൾ ഉണ്ടാക്കി കുതിരയുടെ രൂപത്തിൽ വെച്ച് കെട്ടി അതിനു മുകളിൽ വൈക്കോലും തുണിയും ചുറ്റിയാണ് കുതിരകളെ നിർമ്മിക്കുന്നത്. എന്നാൽ ഈ കുതിരകൾക്ക് തല വെക്കില്ല. കുതിരത്തല നാളെ എഴുന്നള്ളിപ്പിന് മുൻപ് ദേശത്തെ തച്ചൻ പൂജകൾക്ക് ശേഷം മാത്രമേ വെക്കുകയുള്ളൂ. 11 കുതിരകളാണ് ഇത്തവണ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ വിവിധ തട്ടകങ്ങളിൽ നിന്നുള്ള കുതിര എഴുന്നള്ളിപ്പ് ആരംഭിക്കും. നടത്തറ പഞ്ചായത്തിലെ കൊഴിക്കുള്ളിപ്പാടത്ത് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. കൊഴിക്കുള്ളിപ്പാടത്തെ 10 സെന്റോളം സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ കൃഷി ഓഫീസറും കൊഴിക്കുള്ളി വില്ലേജ് ഓഫീസറും സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിച്ചു. 5 വർഷം മുമ്പ് പറമ്പ് എന്നതാക്കി മാറ്റിയ സ്ഥലത്താണ് നിലവിൽ മണ്ണിട്ട് നികത്തുന്നതെന്നും നടപടിയെടുക്കുവാൻ സാധിക്കില്ല എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ ഓരോ സർവേ നമ്പറിൽ ഉൾപ്പെട്ട സമീപ സ്ഥലങ്ങൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നും ഈ സ്ഥലം മാത്രം എങ്ങനെ പറമ്പായി മാറിയെന്നും നാട്ടുകാർ ചോദിക്കുന്നു. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷിതാക്കൾ പ്രക്ഷോഭത്തിലേക്ക്. ഫെബ്രുവരി 19 രക്ഷിതാക്കൾ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനായി കഴിഞ്ഞ 11 വർഷങ്ങളായി ബജറ്റിൽ പ്രഖ്യാപിച്ച ഫണ്ട് ലാപ്സാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രക്ഷിതാക്കളുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യമനുസരിച്ച് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി കാര്യക്ഷമമായ പരിശീലന സൗകര്യങ്ങൾ പര്യാപ്തമല്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് രക്ഷിതാക്കളുടെ സമരം. നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ സമരങ്ങളിൽ ഏർപ്പെടുമെന്നും രക്ഷിതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഭാരവാഹികളായ ഫാദർ ജോൺസൺ അന്തിക്കാട്, ടോണി ചിറ്റിലിപ്പള്ളി, ജലജ പിള്ള, തോമസ് മാസ്റ്റർ, റോബിൻ മൂക്കൻ തുടങ്ങിയവരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. 12ാമത് അന്താരാഷ്ട്ര വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 19 തൃശൂരിൽ ആരംഭിക്കും. തൃശൂർ ജിംഖാന ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അക്ബർ ട്രാവൽസ് വിന്നേഴ്സ് ഗോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും ഇന്ത്യൻ ഫുട്ബോൾ താരം ഹംസക്കോയ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനു വേണ്ടിയുള്ള രാജ്യാന്തര ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 19 വൈകിട്ട് 6 ആരംഭിക്കും. 19 മുതൽ 23 വരെയാണ് മത്സരങ്ങൾ നീണ്ടുനിൽക്കുക. തൃശൂർ കോർപ്പറേഷൻ ഹെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുവാൻ നിരവധി ടീമുകൾ പേര് നൽകിയതായും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു. സംഘാടകരായ ജോൺസൺ കേച്ചേരി, സേതുമാധവൻ, ബാബു പാമ്പൂർ, സലിം MA, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ ദിനാഘോഷം ഫെബ്രുവരി 18, 19 തീയതികളിൽ ഗുരുവായൂരിൽ നടത്തുമെന്ന് മന്ത്രി MP രാജേഷ്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന് ഈ വർഷം മുതൽ പുതിയ കോലം എഴുന്നള്ളിക്കും. കാർഷിക സർവകലാശാലയുടെ ഭൂമി തട്ടിയെടുക്കുവാൻ വെറ്ററിനറി കോളേജ് നടത്തുന്ന ശുദ്ധനീക്കത്തിനെതിരെ ഫാം സംരക്ഷണ സമിതി പ്രതിഷേധ ധർണ നടത്തി. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് നടന്ന മണലിത്തറ ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് വർണ്ണാഭമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.